ലോകം എല്ലാവരും വിമർശിച്ചാലും ഇത് സന്തോഷം. എന്നാൽ ജനങ്ങൾ വിമർശിക്കാൻ വേണ്ടി ആളാകാൻ വേണ്ടിയാണ് അതുകൊണ്ടല്ലേ. പക്ഷെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ജനങ്ങൾക്ക് ഈ പറഞ്ഞ ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മൾ ജനങ്ങൾക്ക് അപ്പുറത്ത് സഞ്ചരിക്കണം. ഞാൻ ഈ പറഞ്ഞ ഒക്കെ ജനം അംഗീകരിക്കും. സത്യം 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 എന്ന് പറയും. മുസ്ലിം നേതാക്കന്മാരെ വിശ്വസിക്കരുത്, മുസ്ലിം ഭരണാധികാരികൾ വിശ്വസിക്കും. മുസ്ലിങ്ങൾ ഏറ്റവും വലിയ ശത്രുക്കൾ മുസ്ലിം ഭരണാധികാരികളാണെന്ന് ഞാൻ പറഞ്ഞതിനെ കയ്യും കണക്കുകയില്ല. ഇപ്പോൾ ബോധ്യപ്പെട്ടു. ചിലർക്ക് തിരിഞ്ഞവർക്ക് തിരിഞ്ഞു. എന്തുകൊണ്ട്? അവർ സയനിസ്റ്റുകൾക്ക് മുന്നിൽ അമ്മിനിക്കടിയിൽ വാല് വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇളക്കാൻ അവർക്ക് കഴിയില്ല. അവിടുന്ന് അവിടെ വെച്ച് ചെയ്തതെല്ലാം 100% അബദ്ധമാണ്. നിങ്ങളൊരു നന്മ ഒരു പാലക്കാടൻ ഗ്രാമത്തിൽ വെച്ചാണ് തുടങ്ങിയതെങ്കിൽ നന്മയാണ്. അതേ സമയത്ത് അത് ദുബായിൽ വെച്ച് തുടങ്ങുന്നത് തിന്മയാണ്. ഹബീബി ഹബീബുല്ലാഹി ത്വഹ മുഹമ്മദു വദാക ദവാഉൽ ഖൽബി ഇൻലാഖ ഉമരിൽ. ഹബീബി എൻ്റെ പ്രേമഭാജനം, ഹബീബുല്ലാഹ് അല്ലാഹുവിൻ്റെ പ്രേമഭാജനം തന്നെയാണ്. അഥവാ ത്വഹ മുഹമ്മദു, ത്വഹ മുഹമ്മദാണ്. വദാക ആ പ്രേമം എന്നത് ദവാഉൽ ഖൽബി ഹൃദയത്തിൻ്റെ മരുന്നാണ്. ഇൻലാഖ ഹൃദയം കുടുസായാൽ, ഒരാൾ ഹൃദയത്തിന് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, കുടുസാവും, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മുഹമ്മദ് എന്നൊരാളെ കൽബിൽ കയറ്റിയാൽ ആത്മഹത്യ ചെയ്യില്ല. എങ്ങനെ ആത്മഹത്യ ഉണ്ടാവില്ല? അങ്ങനെ ഉണ്ടാവില്ല. ചരിത്രത്തിൽ ശത്രു വളഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്ത എത്രയോ സേനാ നായകന്മാരുണ്ട്. ഇയാളില്ല. ലോകമാകെ വളഞ്ഞപ്പോഴും ഇയാൾക്ക് ഒന്നും പറ്റിയില്ല. ഇയാൾ ചിരിച്ചുകൊണ്ട് അങ്ങനെ വരിണ്ടല്ലോ വൃദ്ധയില്, അങ്ങനെ വരിണ്ടല്ലോ വൃദ്ധയില്. കഅന്നഹു 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 ഫർദുൻ ഫി ജലാലതി എന്ന് പറഞ്ഞ വരിണ്ടല്ലോ. അങ്ങനെ അങ്ങനെ വരിണ്ട്. അതായത് അങ്ങനെ വരിണ്ട്. അതായത് നബിയെ കണ്ടാൽ, ഒറ്റക്ക് കണ്ടാൽ പോലും സൈന്യത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണെന്ന് തോന്നിപ്പോവും. സൈന്യത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന സേനാനായകന് വിജിഗീഷുവ. അതേപോലെ തോന്നും നബിയ എങ്ങനെ കണ്ടാൽ, ഒറ്റക്ക് കണ്ടാൽ. നിങ്ങൾ ഒരു 10,000 ആൾ നബി പറഞ്ഞാൽ നബി ചിരിക്കും. എന്തുകൊണ്ട്? നബിക്കറിയാം അള്ളാഹ് വിചാരിച്ചതേ നടക്കുള്ളൂ. എന്ത് പ്രശ്നം അത് നമുക്ക് തോന്നുന്നില്ല. അള്ളാഹ് വിചാരിച്ചതേ നടക്കൂ. അള്ളാഹു നിന്നെ ഇപ്പോൾ മരിപ്പിക്കണമെന്ന് വിചാരിച്ചാലേ ഇവർക്ക് നിന്നെ കൊല്ലാൻ കഴിഞ്ഞു എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ഈ ശത്രു സമൂഹത്തിൽ പേടിക്കണെന്തിനാ? അള്ളാഹ് എന്നെപ്പോൾ മരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ശത്രു വരേണ്ട ആവശ്യമില്ല. തെങ്ങുമെന്ന് തേങ്ങ അടിച്ചു പോകാം. അപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷ ഇങ്ങോട്ട് വന്നിട്ട് ലൈനെടുത്ത് എത്തിയിട്ട് നേരെ ഒറ്റ കുത്ത് മരിച്ചു. റോഡ് മുറിച്ചിറക്കിയിരുന്നു, ഒറ്റ കുത്ത് മരിച്ചു. അതിനവിടെ 10,000 ശത്രു വരേണ്ട ആവശ്യമില്ല. നിന്റെ അവസാനിപ്പിക്കാൻ ആര് തീരുമാനിച്ചാൽ മതി? അല്ലാഹു. അതിന് സംഭവം ഉണ്ടാവും. ഇനി ഒന്നുമില്ലെങ്കിലും ഒന്ന് കൊഴിഞ്ഞു വീണു മരിച്ചു. ഈ അടുത്ത ദിവസം ഒരാളിനോട് പറഞ്ഞു, ഒരു കുടുംബത്തിലെ ഒരു 34 വയസ്സുള്ള ബാല്യക്കാരൻ മരിച്ചു. എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. വീട്ടിൽ ആരോഗ്യ ദൃഢഗാത്രൻ ബാല്യക്കാരൻ മരിച്ചു. പിന്നെ മരിക്കണമെന്ന് ആര് തീരുമാനിച്ചു? അല്ലാഹു. അപ്പൊ ഇവിടെയൊക്കെ ഈ ലോകത്തെ എല്ലാവരും വളഞ്ഞാൽ റസൂലൊക്കെ ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചതേ നടക്കൂ എന്ന് ഉറപ്പുള്ള ആളാണ് മുഹമ്മദ് മുസ്തഫ. ഈ നബി നിന്റെ കൽബ് കയറിയാൽ നാടാകെ തന്നെ വളഞ്ഞാൽ നിനക്കെന്താ? പിന്നെ ജനങ്ങൾ ആക്ഷേപിക്കൂല. ജനങ്ങൾ ആക്ഷേപിക്കണ്ട. ജനങ്ങളെ വായി തുന്നിക്കട്ട നിനക്ക് കഴിയോ? ചിന്തിക്ക്. ഒരു സംഘം ആളുകൾ ഇന്നലെ എനിക്കെതിരെ മറുപടി പറഞ്ഞു മലപ്പുറത്ത്. ഞാൻ മലപ്പുറത്ത് പോയി ഏകദേശം ഒരു കൊല്ലായിട്ടുണ്ടാവും. ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. മലപ്പുറത്ത് ഞാൻ പോയിട്ടില്ല. നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ട് പിന്നീട് ഇന്നലെ ഞാൻ നേറ്റ ഒരാൾ എനിക്ക് മെസ്സേജ് ഇട്ടില്ല, അല്ല നിങ്ങൾക്കെതിരെ വലിയ പരിപാടികളൊക്കെ എവിടെ 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 എവിടെ. പായൂരാണെങ്കിൽ നീതീകരണമുണ്ട്. എന്തുകൊണ്ട്? പായൂരാണല്ലേ നമ്മളെ ഡ്യൂട്ടി.
കോഴിക്കോടാണെങ്കിലും കാരണം കോഴിക്കോട് ഇടക്കിടക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഒച്ചപ്പാടുണ്ടാക്കുന്നതാണ്. മലപ്പുറത്ത് ഞാൻ പ്രസംഗിച്ചൊരു കൊല്ലത്ത് കഴിഞ്ഞു. മലപ്പുറത്തൊരു പ്രസംഗം ഞാൻ നടത്തിയിട്ട് ചുരുങ്ങിയത് 10 കൊല്ലം കഴിഞ്ഞു. 10 കൊല്ലത്തിനുള്ളിൽ ഞാൻ മലപ്പുറത്തെ പ്രസംഗം നടത്തിയിട്ടില്ല. അപ്പം എന്തേ അതിനിപ്പം ഈ ഉരുക്കിത്തീരുന്നെന്തിനാ? ഇനി ഒരാൾ എന്നോട് പറഞ്ഞാൽ ലൈവ് ഉണ്ട്, ഞാൻ വിട്ടുതരണ്ട്. ഞാൻ വിട്ടെന്നാ കേൾക്കുമോ? ഇല്ല. എന്തുകൊണ്ട്? എനിക്കറിയാം ഒന്നെ പറ്റി എന്താ പറയണത്. പിന്നെന്താ പ്രശ്നം? ഞാൻ ഒന്നും കൂടി കേൾക്കണതിൻ്റെ ആവശ്യം എന്താ? ദുനിയാവല്ല എല്ലാവരും നമ്മളെ ചെവിക്ക് കാളം തിരിച്ചു വെച്ചാൽ ഇജി പേടിക്കണ്ട. നീ ഒരാളെ ചിന്തിക്കണം. ലോകത്ത് നന്മ മാത്രം ചെയ്തപ്പോൾ ജനങ്ങൾ മുഴുവൻ ആക്ഷേപിച്ചൊരു മനുഷ്യൻ്റെ അനുയായിയാണ് ഈ അബോധനക്കുണ്ടാണ്. നിന്റെ ഹൃദയം കുടുസാൻ പറഞ്ഞ നിന്റെ ഹൃദയം കുടുസായാൽ അതിൻ്റെ ഹൃദയം കുടുസായാൽ അതിനെ മരുന്ന് റസൂലുള്ളാഹിനെ പ്രേമിക്കലാണ്. ഓ മരിൽ അല്ലെങ്കിൽ ഹൃദയത്തിന് രോഗം വന്നാൽ, ഹൃദയത്തിൻ്റെ രോഗം എന്താ? കിബിർ, ഉജ്ബ്, റിയാവ്, ഇതൊക്കെ ഹൃദയത്തിൻ്റെ രോഗങ്ങളാണ്. അങ്ങനെ ഒരാൾക്ക് കിബിർ വന്നാൽ റസൂലുള്ളാഹിനെ കൽബ് കയറ്റിയ മരുന്നായി. എന്തുകൊണ്ട്? തീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിലിട്ട ആ നാട്ടിലേക്ക് 8ാമത്തെ കൊല്ലം തൻ്റെ തലക്ക് 100 ഒട്ടകം ഇനാം വിളിച്ച, ജീവനോടെയോ മരണപ്പെട്ടിട്ടോ മുഹമ്മദിൻ്റെ തല കൊണ്ടെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾക്ക് 100 ഒട്ടകം ഇനാമ കൊടുക്കാം എന്ന് പറഞ്ഞ നാട്ടിലേക്ക് 10 കൊല്ലം കഴിഞ്ഞില്ല. 8ാമത്തെ കൊല്ലത്തിൽ ആ നാട്ടിലൊരാൾക്ക് തിരിച്ചടിക്കാൻ കഴിയാത്ത വിധത്തിൽ വരുമ്പോൾ വിനയം കൊണ്ട് റസൂലുള്ളാഹി നെഞ്ച് ഒട്ടകത്തിൻ്റെ പൂഞ്ഞയിലേക്ക് വീണു. ഇങ്ങനെ ഒന്ന് തല പൊന്തിച്ചില്ല. എന്തുകൊണ്ട്? ഞാൻ തല നിവർത്തിയിരുന്നിട്ട് ആർക്കും പേടി വേണ്ട. ഈ മനുഷ്യനെ ചിന്തിച്ച അവന് കിബറുണ്ട്. ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണമ്മൽ ആ ഒട്ടകത്തിന് ഒരു 1000 ദിർഹമിൻ്റെ കടിഞ്ഞാൻ ഇട്ട് കൊടുക്കാൻ അന്ന് റസൂലുള്ളാഹിക്ക് കഴിയും. കാരണം മദീനയിലെ ചക്രവർത്തിയാണ് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആ ഒട്ടകത്തിൻ്റെ, അതായത് ഒരു നാട്ടിലേക്ക് വിജിഗീഷുവായി വലിയ ചക്രവർത്തിയായി വരികയാണ് മുഹമ്മദ് മുസ്തഫ. ചക്രവർത്തി എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഇപ്പോൾ ചക്രവർത്തിയെ പോലെ തന്നെയാണല്ലോ വരിക. ആ സമയത്ത് ഒരു ഈത്തപ്പനയുടെ തണ്ടിൽ നിന്ന് ചീന്തിയ ഒരു നാര് മൂക്കിലിട്ട് അബൂ ത്വൽഹ പിടിച്ചിട്ടുണ്ട്. നല്ല ഒരു ജീനി കെട്ടിയിട്ടില്ല ആ ഒട്ടകത്തിന്. പറഞ്ഞ അങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് ഒരു ജേതാവ് ആ പട്ടണത്തിൽ പ്രവേശിക്കാന്ന് പറയുമ്പോൾ സർവാഭരണ വിഭൂഷിതനായിരിക്കും. സർവസന്നാഹങ്ങൾ കൂടെ ഉണ്ടാവും. ഊരിപ്പിടിച്ച 10,000-കണക്കിന് വാളുണ്ടാവും. ഒരൊറ്റ വാൾ ഉയർത്താൻ നബി സമ്മതിച്ചില്ല. ഒരാൾ വാൾ ഉയർത്താൻ പാടില്ല. നബിയും വാൾ ഉയർത്തില്ല. എങ്ങനെ ഇരുന്നു? ഈ നെഞ്ച് റസൂലുള്ളാഹിയുടെ നെഞ്ച് ഒട്ടകത്തിന്റെ പൂഞ്ഞയിലേക്ക് അമർന്നു. മുന്നിൽ അബൂ ത്വൽഹയാണുള്ളത്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ആകട്ടെ, അബൂ ത്വൽഹ എങ്ങനെ പിടിച്ചിട്ടുള്ളത്? പിന്നെ ഒട്ടകത്തിൻ്റെ മൂക്കിൽ ഒരു ഈത്തപ്പനയുടെ നാരിട്ട് മുന്നിൽ പിടിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഒരു ജീനി കിട്ടിയിട്ടില്ല. ഫോട്ടോ ഇല്ലാത്ത കാലത്ത് ഓരോ നാട്ടിലേക്കുള്ള അലക്സാണ്ടറിൽ ഓരോ ഗ്രാമത്തിലൊരു പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഫോട്ടോസ് പിന്നീട് വരക്കപ്പെട്ട ഫോട്ടോസ് പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുതിരയുടെ ഭംഗി. ഇതൊരൊട്ടകത്തിൻ്റെ പുറത്ത് റസൂൽ ഇരിക്കുകയാണ്. ആ നാട് പിടിച്ചടക്കുമ്പോൾ ഈ മനുഷ്യനൊരു 10 ദഫ് വീട്ടിലേരെങ്കിലും വിളിക്കുന്നത് നല്ലതാണ്. ഒരു നാട്ടിലേക്ക് അഭയാർത്ഥിയായി പോയപ്പോൾ ആ നാട്ടുകാർ ദഫ് മുട്ടി. മക്കയിലേക്ക് വന്നപ്പോൾ 4 ദഫ് വരെ കൂട്ടിയില്ല. ആ പണ്ടേ പഴയത്തെ ഞാൻ വന്ന മദീനയിൽ വന്നപ്പോൾ ആ ദഫൊക്കെ നിർത്തോളിട്ടോ മിക്കവാറും ദഫ് നമുക്ക് മുട്ടേണ്ടി വരും പറഞ്ഞൂടെ. ദഫ് മുട്ടലുമില്ല. അങ്ങോട്ട് കയറി ഒരാളും ഇല്ല. ഏരി പിടിച്ച വാളില്ല. എന്തേ? ഈ മനുഷ്യൻ അഹങ്കാരല്ലേ? അപ്പോൾ ഒരാൾക്ക് ഹൃദയം കുടിസായാൽ മരിൽ അല്ലെങ്കിൽ ഹൃദയത്തിന് രോഗം വന്നാൽ, ഹൃദയത്തിൻ്റെ രോഗം ഒന്ന് കിബറാണ്, ഒന്ന് ഉജ്ബാണ്, ഒന്ന് റിയാ ആണ്. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ രോഗങ്ങൾ ഒരാൾക്ക് ഹൃദയത്തിന് വന്നുപോയാൽ ഇനി എന്താണ് അതിൻ്റെ ദവാ? ഹുബ്ബു റസൂലില്ല, നബിയെ പ്രേമിക്കുക. ഒരാൾ
ഒരാളെ പ്രേമിച്ചാൽ അയാളെ പോലെ. യേശുദാസിനെ പ്രേമിക്കും, യേശുദാസിൻ്റെ കോലത്ത് പാട്ടോടും. മനസ്സിലായില്ലേ? ഒരാൾ സച്ചിൻ ടെണ്ടുൽക്കറെ പ്രേമിച്ചാൽ സച്ചിൻ ബാറ്റ് ചെയ്യുമ്പോൾ തന്നെ ബാറ്റ് ചെയ്യാൻ നോക്കും. ഒരാൾ പെലെ പ്രേമിച്ചാൽ പെലെ പന്തടിക്കും പോലെ പന്തടിക്കാൻ നോക്കും. മനസ്സിലായില്ലേ പറഞ്ഞത്? ആരെ പ്രേമിക്കുന്നുവോ അവരെ അനുധാവനം ചെയ്യാൻ ശ്രമിക്കും. താൻ പ്രേമിക്കുന്ന പെണ്ണ് നടക്കുമ്പോൾ നടക്കാൻ നോക്കും. കാരണം ആ നടത്തിയിരിക്കും, ആ നടത്ത നാട്ടുകാർക്ക് എത്ര സുഖം കിട്ടൂലെങ്കിലും എനിക്കത് ഭയങ്കര സുഖം. അതാണ് നീ പ്രേമിക്കുന്ന ആളെങ്ങനെയാണോ അങ്ങനെ നീ ആ നോക്കും. ഇത് നിനക്ക് എന്തില്ല കിബിറുണ്ടാവില്ല. കാരണം നീ പ്രേമിക്കുന്ന വ്യക്തി ജീവിതത്തിൽ കിബിറ് ആ വ്യക്തിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ വ്യക്തിയെ നീ പ്രേമിക്കുകയാണെങ്കിൽ അന്ന് എൻ്റെ കിബിർ തീരും. അപ്പം നിനക്കെന്താ കിബിറുണ്ടാകാൻ കാരണം? നിന്റെ കൽബിൽ ആരില്ല? നബിയില്ല. നാലാൾ വിമർശിക്കുമ്പോഴത്തേന് ഇജ് പറന്ന് അമേരിക്കയ്ക്ക് വണ്ടി കയറുകയാണെങ്കിൽ അതിന് കാരണമില്ല, എനിക്ക് നബിയോട് പ്രേമല്ല. ഈ ലോകം മുഴുവൻ നഷ്ടപ്പെട്ടു. നമുക്കെന്താ? ഞാൻ ഈ സൈനിനോട് ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കും എൻ്റെ മോള് മെഡിക്കൽ കോളേജിൽ, അപ്പം മെഡിക്കൽ കോളേജിൽ മോളെയും ഒന്ന് കണ്ട് പോയി വരിക, തിരിച്ചു വരിക. അപ്പം ഞാൻ അപ്പനോട് പറഞ്ഞിട്ടുണ്ട്, ഈ ലോകമൊക്കെ നഷ്ടപ്പെട്ടു നമുക്ക്. അതിൽ നമുക്ക് നമ്മൾ പറഞ്ഞ നേരാണ് നമുക്ക് വോട്ടുണ്ടായി. ഹലാസ് അത്ര തന്നെ. 2000 മാർച്ച് 5-നാണ്, നവംബർ 5-നാണ് ഈ ക്ലാസ് തുടങ്ങിയത്. അന്ന് മുതൽ ക്ലാസ്സിന് വന്ന ആളുകൾ മുഴുവനും നമ്മളെ പിന്നാലെ കൂടുകയാണെങ്കിൽ നമ്മളെ ക്ലാസ്സിന് ഈ നാട്ടിൽ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വന്ന ആളുകളൊക്കെ എന്താവണം? അതെന്താൻ്റെ ഹിക്മത്താണ്. ഇത് നല്ലവർക്ക് നടന്നോട്ടെ. സ്ഥലം കിട്ടാത്തവൻ്റെ ക്ലാസ് നിർത്തിച്ചു, അങ്ങനെ ഉണ്ടാവില്ല. അള്ളാഹിൻ്റെ ഹിക്മത്തിൻ്റെ ഭാഗമാണ്. മനസ്സിലാണ്ട് പറഞ്ഞ നമ്മൾ ആർക്കും നമ്മൾ വിമർശിച്ചാൽ നമ്മൾക്ക് പുറത്തു കൊടുത്തു. ഇനി പുറത്തു എന്താ പ്രശ്നം? റബ്ബ് സുബ്ഹാനഹു എല്ലാവർക്കും രക്ഷപ്പെടുത്തട്ടെ. ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഒക്കെ അവനവൻ്റെ വീക്ഷണങ്ങൾ പറഞ്ഞാണ്. അതിന് നമ്മൾ പായണെന്തിനെ? എന്താണ് പ്രശ്നത്തിനാണ്? അതിനൊപ്പം ആളില്ല. ആളുണ്ടാണെന്നെന്താ? ആളുണ്ടാണെന്തിനാ? ആള് കല്യാണത്തിനാണ് ഉണ്ടാകുക, സൽക്കാരത്തിന് അത്ര ആളുണ്ടാവില്ല. ഭാര്യയും ഭർത്താവ് റൂമ് കയറിയാൽ ഒരാളുണ്ടാവില്ല. ഒരാളുണ്ടായാൽ പിന്നെ അവിടെ ഒന്നുകൂടെ നടക്കൂല. എന്നാൽ കല്യാണത്തിനോ 10,000 ആൾ ചോറ് വന്നിട്ടുണ്ട്. പരിപാടികൾ കല്യാണങ്ങളാണ്. അത്ര സത്യല്ലേ? നീ അതേ സമയത്ത് ഇവക്ക് പള്ളിയിലുണ്ടായിട്ട് നമ്പരം പിടിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോവുകയാണെങ്കിലോ കുടുംബക്കാരെ ഫോൺ ചെയ്യണം. എന്തുകൊണ്ട്? മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരും. പിന്നെ കുട്ടിയൊക്കെ ജനിച്ചു, അൽഹംദുലില്ലാഹ്, എന്താണ് കുഞ്ഞാളെ വർത്താനം, അൽഹംദുലില്ലാഹ്, ഏതായാലും ഇപ്പോൾ 2 വയസ്സായല്ലോ, അൽഹംദുലില്ലാഹ്. അപ്പൊക്കെ പിന്നെ 2 ബേബി സോപ്പ് മറ്റേ ജോൺസൺ ആൻഡ് ജോൺസൺ ഒക്കെ കൊണ്ട് കൊടുത്ത് അത് തീർന്നു ചെയ്ത്. അതേ സമയത്ത് നമ്പർ പിടിച്ച് പായുമ്പോൾ ആരും ഉണ്ടായില്ല. അതുണ്ടാകാനും പാടില്ല. കാരണം എല്ലാവർക്കും മുന്നിൽ നിൽക്കാൻ മെഡിക്കൽ കോളേജ് സ്ഥലമല്ല. ഒരു ബൈ സ്റ്റാൻഡറെ നിർത്തുള്ളൂ. ഒരു ഡോക്കിൻ്റെ കൂടെ ഒരു ബൈ സ്റ്റാൻഡർ. അപ്പം കുടുംബക്കാർ കല്യാണം അങ്ങനെയല്ല. കല്യാണം 10,000 ആളിന് എത്ര ആളെ കൊള്ളും? അതിൻ്റെ 100 ഇരട്ടിയും ആൾ വന്നാലും അങ്ങനെ വന്നു പോയി തിന്നു പോകും. ഒന്നും പ്രശ്നം. അപ്പോൾ മനസ്സിലായില്ലേ? ഇത് പരിപാടികൾ കല്യാണങ്ങളെ പോലെയാണ്. അത്രയും മനസ്സിലായി. ആൾ കൂടി എല്ലാ ആൾ പിന്നെ ബാക്കിയുള്ള ആളെപ്പോ എവിടെ? അങ്ങനെ ആൾ നിൽക്കാൻ പാടില്ലല്ലോ. ഇപ്പോൾ ആൾ പോണ്ടേ? ചിന്തിക്ക്. നീ പറഞ്ഞത് സത്യമാണ്. നീ പറഞ്ഞത് സത്യമാണ്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഐഷബിയുടെ വിവാഹത്തിൽ പോലും ഞാൻ പറഞ്ഞത് സത്യം. എനിക്കറിയാം. ആ വിഷയത്തിൽ 2 വീക്ഷണമുണ്ട്. പിന്നെ എൻ്റെ പുസ്തകം വിമലിച്ചു. അതിൻ്റെ ചില പ്രയോഗങ്ങൾ ഏറിപ്പോയി എന്ന് തോന്നിയപ്പോൾ അത് ആർക്ക് വിഷമം വേണ്ട. പുസ്തകം വിമലിച്ചു. പുസ്തകം ഉടനെ വീണ്ടും റീവർക്ക് ചെയ്ത് പുറത്തിറങ്ങും. അത് സ്ഥിരമായി. എന്തുകൊണ്ട് ആ പുസ്തകത്തിൽ ഇഷ്ടംപോലെ മാലമാതകളുണ്ട്. ഒരു വിഷയത്തിൻ്റെ പേരിൽ പുസ്തകം നിരോധിക്കാൻ പാടില്ല. പുസ്തകം റീവർക്ക് ചെയ്ത് ഉടനെ വീണ്ടും പുറത്തിറങ്ങും. മറ്റു പുസ്തകങ്ങൾ നിരോധിച്ചിട്ടില്ല. അതൊക്കെ വളരെ അനിവാര്യമാണ്. എൻ്റെ തിരുദൂതർ നിയോഗം എന്ന പുസ്തകം വായിക്കൽ ഓരോ വ്യക്തിക്കും നിർബന്ധമാണ്. ഓരോ മുസ്ലിമിനല്ല, ഓരോ വ്യക്തിയും നിർബന്ധമായി വായിച്ചിരിക്കണം ആ പുസ്തകം. കാരണം ആരാണ് മുഹമ്മദ് നബി എന്ന് ഒരു ഹിന്ദുവിന് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ പുസ്തകം തിരുദൂതർ എന്ന നിയോഗം എന്ന എൻ്റെ പുസ്തകം വായിക്കണം. അതൊരു തൗഫീഖാണ്.
അല്ലാഹു തആല ഓരോ വ്യക്തികൾക്കും തൗഫീഖ് കൊടുക്കും. തിരുദൂതർ നിയോഗം എന്നത് എൻ്റെ തൗഫീഖാണ്. അതിൽ ഹിന്ദു ആണെങ്കിൽ ക്രിസ്ത്യാനിയാലും നിഷ്പക്ഷമായി മുഹമ്മദ് എന്നാണ് വിലയിരുത്താൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസ്ഥ വായിക്കണം. അതതിൻ്റെ നബിയെ വിലയിരുത്തലിൻ്റെ പൂർണ്ണതയല്ല, എനിക്ക് ചെയ്യാവുന്നതിൻ്റെ പൂർണ്ണതയാണ്. നബിയെ വിലയിരുത്തലിൻ്റെ പൂർണ്ണതയല്ല. ആ പുസ്തകം എല്ലാ വ്യക്തികളും വായിക്കണം. കേരളത്തിലെ 3 കോടിയിലേറെ വരുന്ന ജനങ്ങൾ വായിക്കേണ്ട പുസ്തകമാണ് തിരുദൂതർ നിയോഗം എന്ന പുസ്തകം. നിർബന്ധമായി വായിക്കണം. കാരണം ഈ ഒരു മനുഷ്യനെ വിമർശിക്കുമ്പോഴും ആ വ്യക്തി ആരാന്ന് മനസ്സിലാക്കണമല്ലോ. ആ വ്യക്തിയുടെ പൂർണ്ണത അതിലില്ല. കാരണം ആ വ്യക്തിയുടെ പൂർണ്ണത ഒരാൾക്ക് പറഞ്ഞാലും തീരൂല. പറഞ്ഞാൽ തീരൂല. നമുക്ക് ചെയ്യാവുന്നതിന് പരമാവധിയാണ്. وذاك حبيبي حبيب الله طه محمد وذاك دواء القلب إن ضاق أو مرض محبته قوت القلوب وراحة من الهم والأحزان والحب مفترض മഹബ്ബത്തു നബിയെ പ്രേമിക്കൽ ഖുതുൽ ഖുലൂബി ഹൃദയങ്ങൾക്കുള്ള ഭക്ഷണമാണ്, വറാഹത്തുൻ അതൊരു ആശ്വാസവുമാണ്, മിനൽ ഹമ്മി ഹമ്മിൽ നിന്ന്. ഹമ്മ് ടെൻഷൻ, ഏത് ടെൻഷൻ വന്നാലും നബിയെ പ്രേമിച്ചാൽ മതി, ആ ടെൻഷൻ പോകും. വൽ അഹ്സാനി ദുഃഖങ്ങളിൽ നിന്നും, വൽ ഹുബ്ബു ആ പ്രേമമാട്ടെ മുഫ്തറദ് ഫറലാക്കപ്പെട്ട പ്രേമമാണ്, നിർബന്ധമാണ് ആ പ്രേമം. മഹബ്ബത്തുഹു ചെല്ലിൻ്റെ കൂടെ محبته قوت القلوب وراحة من الهم والأحزان والحب مفترض محبته നബിയെ പ്രേമിക്കൽ ഖൂത്തുൽ ഖുലൂബി ഹൃദയങ്ങൾക്കുള്ള ഭക്ഷണമാണ്, റാഹത്തുൻ അത് റാഹത്തുമാണ്, അതൊരു ആശ്വാസമാണ്. മിനൽ ഹമ്മി ടെൻഷനിൽ നിന്ന്. നബിയെ പ്രേമിച്ചാൽ ടെൻഷൻ ഉണ്ടാവില്ല, തീർച്ചയായും അങ്ങനെ നടക്കും. ടെൻഷനേ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കേരളം മുഴുവൻ എനിക്കെതിരെ തിരിഞ്ഞ ഒരു സംഭവമാണ് ഇപ്പോൾ 2 ആഴ്ച ഉണ്ടായത്. 1 മിനിറ്റ് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടില്ല. 1 മിനിറ്റ് എനിക്ക് ഹാപ്പിയാണ്. കണ്ണൂർക്കൊക്കെ വിഷമം, എനിക്ക് ഹാപ്പി. എന്തുകൊണ്ട്? ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി പറഞ്ഞാണ്, ഇനി പ്രശ്നമില്ല. അതേസമയത്ത് എൻ്റെ മോൾ ആശുപത്രി കയറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. ആ ഒരു ഉറക്കം നഷ്ടപ്പെട്ടു. ഇന്നലെ രാത്രി അടക്കം. എന്തുകൊണ്ട്? അതിന് പരിഹാരം എനിക്കറിയില്ല. അപ്പം എന്നിട്ട് പോലെ ഞാൻ വലിയ ആളായി പറയല്ല, പക്ഷെ വിമർശനത്തിലുള്ള ഭയം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഈ ലോകം എല്ലാവരും വിമർശിച്ചാലും എനിക്ക് സന്തോഷം. എന്നാൽ ജനങ്ങൾ വിമർശിക്കാൻ വേണ്ടി ആളാകാൻ വേണ്ടിയാണ്, അതുകൊണ്ടല്ലേ. പക്ഷെ ജനങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ജനങ്ങൾക്ക് ഈ പറഞ്ഞ് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മൾ ജനങ്ങൾക്ക് അപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. ഈ പറഞ്ഞ ഒക്കെ ജനം അംഗീകരിക്കും. സത്യം 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 എന്ന് പറയും. മുസ്ലിം നേതാക്കന്മാരെ വിശ്വസിക്കരുത്, മുസ്ലിം ഭരണാധികാരികൾ വിശ്വസിക്കും. മുസ്ലിങ്ങൾ ഏറ്റവും വലിയ ശത്രുക്കൾ മുസ്ലിം ഭരണാധികാരികളാണെന്ന് ഞാൻ പറഞ്ഞ് എനിക്കയും കണക്കുകയില്ല. ഇപ്പോൾ ബോധ്യപ്പെട്ടു. ചിലർക്ക് തിരിഞ്ഞവർക്ക് തിരിഞ്ഞു. എന്തുകൊണ്ട്? അവർ സയനിസ്റ്റുകൾക്ക് മുന്നിൽ അമ്മയ്ക്കടിയിൽ വാല് വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇളക്കാൻ അവർക്ക് കഴിയില്ല. അവിടെ വെച്ച് ചെയ്തതെല്ലാം 100% അബദ്ധമാണ്. നിങ്ങളൊരു നന്മ ഒരു പാലക്കാടൻ ഗ്രാമത്തിൽ വെച്ചാണ് തുടങ്ങിയതെങ്കിൽ നന്മയാണ്. അതേ സമയത്ത് അത് ദുബായിൽ വെച്ച് തുടങ്ങുന്നത് തിന്മയാണ്. അന്തം വേണം മനുഷ്യൻ. അന്തം ഒരാൾ പറഞ്ഞിട്ടുണ്ടാവില്ല, പടച്ചോൻ കൊടുക്കണം. കാരണം ലോകത്തെ ഏറ്റവും വലിയ തിന്മയുടെ കേന്ദ്രങ്ങളിൽ ഒന്നാണത്. അതിന് അന്തം വേണം. ഒരു സാധനം തുടങ്ങുമ്പോൾ ദിക്ർ ഹൽക്ക തുടങ്ങേണ്ടത് കക്കൂസ് എന്നല്ല, അത് പള്ളിയിൽ നിന്നാണ്. ദിക്ർ ഹൽക്ക നല്ലതാണ്, പക്ഷെ കക്കൂസ് പോയി തുടങ്ങരുത്. എന്തേ കക്കൂസ് തുടങ്ങിയത്? അന്തം കമ്മി. ആർക്കാണ് അന്തം കമ്മി? ബാലൻ തലയെ കിട്ടിയവർക്ക് അന്തം കമ്മി. അതാണ്. അത് ഇന്നലെ നാളെ മനസ്സിലാവും, ഉള്ള മനസ്സിലാവും. നന്നുണ്ടായിട്ട് പറയല്ല, തിരിഞ്ഞൊരുക്കി തിരിയും, അത്രയേ ഉള്ളൂ. ആരോടും വിരോധമല്ല, ചെയ്തത് തെറ്റ്. കാരണം ഈ പറയുന്ന നാട് ലോകത്തെ തിന്മയുടെ ഏറ്റവും വലിയ കേന്ദ്രമാണ്. എല്ലാ തിന്മയും അവിടെയാണ്. അവർക്ക് അനങ്ങാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് അറബികൾക്ക് ഗസക്കെതിരെ ഉണ്ടാകാൻ കഴിയാത്തത്? പറ്റൂല. കാരണം അവരുടെ നേതാക്കളുടെ വാലുകൊണ്ടേ
അവരെ അമ്മീൻ്റെ അടിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കഴിയില്ല. ജനങ്ങൾക്ക് ബോധ്യപ്പെടും, പക്ഷെ നേരം പോയി ചിന്തിക്കുക. മഹബ്ബതുഹു ഖൂതുൽ ഖുലൂബി വറാഹത്തുൻ മിനൽ ഹമ്മി വൽ അഹ്സാനി വൽ ഹുബ്ബു മുഫ്തറദ്. തലൻ്റെ ഉള്ളിൽ വൃത്തികേട് കയറ്റി കൂട്ടിയ മൂല്യന്മാർക്ക് ഈ പറഞ്ഞത് മനസ്സിലാവില്ല. അത് മനസ്സിലാകുക എന്നല്ല, അവരെ തലൻ്റെ ഉള്ളിൽ വൃത്തികേടാണ് കയറിയതെന്ന് പോലും അവർക്ക് മനസ്സിലാവില്ല. മനസ്സിലാകാത്തത് എന്തുകൊണ്ടത് പടച്ചോൻ്റെ തൗഫീഖില്ലായ്മ. മഹബ്ബത്തുഹ നബിയെ പ്രേമിക്കൽ ഖൂതുൽ ഖുലൂബി ഹൃദയങ്ങൾക്കുള്ള ഭക്ഷണമാണ്. റാഹത്തുമാണ് മിനൽ ഹമ്മി ഹമ്മിൽ നിന്ന് ടെൻഷൻ, വൽ അഹ്സാനി ദുഃഖങ്ങളിൽ നിന്നും, വൽ ഹുബ്ബു ആ പ്രേമം മുഫ്തറദ് ഫർളാക്കപ്പെട്ട പ്രേമമാണ് നബിയെ പ്രേമിക്കൽ. അലാ യാ റസൂലല്ലാഹി അലാ യാ റസൂലല്ലാഹി വജ്ജഹതു വിജ്ഹതി إليك فكل الدهر إن عارض النار فلا عدة في النائبات سواكم لذا العبد والمطلوب ذاتك والغرل ألا يا رسول الله ألا അറിയുക. ഒരു വാക്കപ്പോൾ തീരുട്ടോ, 5 മിനിറ്റ് തീർക്കും. യാ റസൂലല്ലാഹ് റസൂലേ വജ്ജഹത്തു ഞാൻ മുന്നിടിച്ചിട്ടുണ്ട് വിജ്ഹത്തി എൻ്റെ ഉദ്ദേശത്തെ ഇലേക്ക് അങ്ങയോട് മാത്രം. എൻ്റെ താല്പര്യം വിജഹത്ത്, എൻ്റെ ലക്ഷ്യത്തെ ഞാൻ മുന്നിടിച്ചു. ആരിലേക്ക്? അങ്ങയിലേക്ക്, ഞങ്ങളിലേക്കാണ് മുന്നിട്ടിട്ടുള്ളത്. പിന്നെ ഫകുല്ലി അപ്പോൾ അങ്ങ് എനിക്കാകണം. അദ്ദഹ്റ കാലമായ കാലമല്ല. ഇന്നാരിലുന്നാറത് ഏത് പ്രശ്നവും എന്നെ ബാധിച്ചാൽ, ഒരു പുതിയ പ്രശ്നം അറള് എന്നിലേക്ക് മുന്നിട്ട് വന്നാൽ, ഏത് പ്രശ്നം വന്നാലും എൻ്റെ ഒപ്പം നിങ്ങൾ നിൽക്കണം. ഞാൻ നിങ്ങളാളാണ്. അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മനസ്സിലായില്ലേ? നമ്മൾ ഈ പിന്നെ സതീശൻ്റെ ആളാണ്, ഈ കോൺഗ്രസിൻ്റെ ആളാണ്, സതീശൻ്റെ ആളാണ്. അപ്പോൾ സതീശൻ്റെ ആളാണെങ്കിൽ പിന്നെ സതീശൻ കാണുമ്പോൾ എന്താ പറയുക, ഞാൻ നിങ്ങളാളാണ് കേട്ടോ, നിങ്ങൾ എന്തുണ്ടെങ്കിലും നമ്മളെ കാര്യം നോക്കണേ. അപ്പം സതീശൻ എന്താ പറയും, നിങ്ങൾ വേണ്ട. മനസ്സിലായില്ലേ? അങ്ങനെ ഇതാണ് പറഞ്ഞത്. നബി ഞാൻ നിങ്ങളാളാണ്, എനിക്ക് നിങ്ങളല്ലാത്ത ഒന്നുമില്ല. ഒന്നുകൂടി അല്ലാ അറിയുക യാ റസൂലല്ലാഹ് റസൂൽ നബിയേ വജ്ജഹത്തു ഞാൻ മുന്നിലിച്ചു വിജഹത്തി എൻ്റെ ലക്ഷ്യത്തെ ഇലേക്ക് അങ്ങയിലേക്ക്. എനിക്ക് നിങ്ങളല്ലാത്ത ലക്ഷ്യമല്ല. ഫകുൻ അതുകൊണ്ട് അങ്ങ് ആകണം. ലീ എനിക്കാകണം. അദ്ദഹ്റ എല്ലാ കാലവും. ഇൻ ആരിലൂൻ ഒരു പുതിയ പ്രശ്നം അറള മുന്നിട്ട് വന്നാൽ, ഒരു പുതിയ പ്രശ്നം എൻ്റെ അടുത്തേക്ക് മുന്നിട്ട് വന്നാൽ എൻ്റെ പ്രശ്നം ആര് തീർക്കണം? നബി നിങ്ങൾ തീർക്കണം. നബിനോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം സുന്നികൾ എന്നുള്ളത്. നബിനോടൊന്നും പറയരുത്, ആരോട് തന്നെ പറയണം. ഇപ്പോഴത്തെ സുന്നി തന്നെ വാഹബി, ഇപ്പൊക്കെ വാഹബിയ തരിക തലയിലുണ്ടെന്നേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞാൽ മുശ്രിക്കാവുന്നതാണ് ഇന്നത്തെ ചില സുന്നി മൂല്യമായ വിശ്വാസം. നബിയോടൊരു പ്രശ്നം പറഞ്ഞാൽ കാഫിറാവുമെന്ന് വിശ്വസിക്കുന്ന, മുശ്രിക്കാവുമെന്ന് വിശ്വസിക്കുന്ന സുന്നി മൂല്യന്മാർ ഇന്ന് സ്റ്റേജിൻ്റെ മേലെ കയറി കുത്തിരിക്കുന്നുണ്ട്. സ്റ്റേജിൻ്റെ മേലെ ഇരിക്കണേ, ഒരു തായിരിക്കൂല. അവരെവിടെ ഇരിക്കുള്ളൂ? അവരേത് നാട്ടിൽ തന്നെ സ്റ്റേജിൽ ഇരിക്കുള്ളൂ. സുന്നിയുള്ള സ്റ്റേജിൻ്റെ മേലെ സുന്നി നെയ്തിയ ബോർഡിൻ്റെ താഴെ അവരിയ്ക്കും. അവർക്ക് ഇത് ശിർക്കാണെന്ന വിശ്വാസം. അള്ളാഹു കാക്കട്ടെ. فلا يا رسول الله وجهت وجهتي إليك فكل الدهر إن عارض النار فلا عدة في النائبات سواكم. فلا عدة ഒരുക്ക് സമാനവുമില്ല ഫിന്നായിബാത്തി എല്ലാ പ്രയാസങ്ങളിലും സിവാക്കുമോ നിങ്ങളല്ലാതെ ആരുമില്ല. ലിദൽ അബ്ദി ഈ അടിമക്ക്. നായിബാത്തി പ്രശ്നങ്ങൾ, ഗൗരവമായ പ്രശ്നങ്ങൾ ഗൗരവമാകുക. അതിനാണ് നായിബത്ത് എന്ന് പറഞ്ഞാൽ തകർത്ത് കളയുന്ന പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾക്കൊക്കെ എനിക്ക് പ്രശ്നം, എനിക്ക് ആരേ ഉള്ളൂ? നിങ്ങളെ ഉള്ളൂ. ഫിലാഉദ്ദത്തുൻ ഒരുക്കു സമാനവുമില്ല. ഫിന്നായിബാത്തി ഏത് പ്രതിസന്ധികളിലും സിവാക്കുമോ നിങ്ങളല്ലാതെ ഇല്ല. ലിദൽ അബ്ദി ഈ അടിമക്ക് ഏത് പ്രതിസന്ധിയിലും നിങ്ങളല്ലാത്തൊന്നും ഇല്ല, നിങ്ങളെ. അതാണ് നബി. അതിന് UDF എന്ന് പറഞ്ഞാൽ LDF, ഒരു F, നബിഎഫ്. അപ്പൊ ആ വ്യക്തിക്ക് ആരേ ഉള്ളൂ? നബിയുള്ളൂ. എന്ത് പ്രശ്നം നബി തീർക്കണം. തൗഫീഖ് തരട്ടെ.
അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അല്ലാഹു പഠിച്ചോനെ. ഒരു ഉരുക്കു സാമാനവുമില്ല, ഒരു തയ്യാറെടുപ്പുമില്ല. പിന്നെ ഈ ബാത്തി പ്രതിസന്ധികളിൽ ഒരു തയ്യാറെടുപ്പുമില്ല. സിവാക്കുമു നിങ്ങളല്ലാതെ ഇല്ല. നിതൽ അബ്ദി ഈ അടിമക്ക് വൽ മത്ലൂബു ദാതുക എൻ്റെ ലക്ഷ്യം മുഴുവനും ദാതുക അങ്ങയുടെ തടിയാണ്. വൽ ഖറദ് അതാണ് എൻ്റെ ആവശ്യവും. എനിക്ക് നിങ്ങൾ മതി. വൽ മത്ലൂബ് എൻ്റെ മത്ലൂബ് പറഞ്ഞാൽ ഞാൻ തേടുന്ന കാര്യം ദാത്തുക അങ്ങയുടെ ദാത്താണ്. നിങ്ങളെ കിട്ടിയാൽ മതി. വല്ല ഖറദ് എൻ്റെ ഖറദാണ് എൻ്റെ ആവശ്യം. എൻ്റെ ആവശ്യം അങ്ങാണ്. നിങ്ങൾ മതി. പിന്നെന്തായാലും അപ്പം സ്വഹാബിയത്തായ പെണ്ണ് പറഞ്ഞില്ലേ, നബിക്കെന്തേ പറ്റി? നിങ്ങളെ ഭർത്താവ് മരിച്ചു. ഭർത്താവ് മരിക്കട്ടെ, നബിക്കെന്താ പറ്റി? അല്ല നിങ്ങളെ ബാപ്പ മരിച്ചു. അല്ല ബാപ്പ മരിച്ചോ ചോദിച്ചിട്ടില്ലല്ലോ, നബിക്കെന്താ പറ്റി? അപ്പോഴത്തിന് മദീനയിൽ ഇന്ന മുഹമ്മദൻ ഖദ് ഖുതില എന്നുള്ള വാക്ക് വ്യാപിച്ചു. ഉഹദ്ദത്തിൽ ആരോ നുണ പറഞ്ഞു, ഇന്ന മുഹമ്മദൻ ഖദ് ഖുതില, മുഹമ്മദ് കൊല്ലപ്പെട്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മദീനയിൽ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടി. നബിക്കെന്തോ പറ്റി? ആ പെണ്ണുങ്ങളോട് വഴിവെച്ചില് യുദ്ധക്കളത്തിൻ്റെ പരിസരത്ത് ആളുകൾ ചില പെണ്ണുങ്ങളോട് എന്ത് പറഞ്ഞു? എൻ്റെ ഭർത്താവ് മരിച്ചു കേട്ടോ ഈ യുദ്ധത്തിൽ. ഭർത്താവ് മരിച്ചോ എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. കൈഫ റസൂലുള്ളാഹിന്റെ പറ്റി? എൻ്റെ ബാപ്പ മരിച്ചു. റസൂലുള്ളാഹിന്റെ പറ്റി? അപ്പോൾ റസൂലുള്ളാഹി യുദ്ധക്കളത്തിലുണ്ട്. അവർ പിന്നെ കണ്ണുകൊണ്ട് വന്ന് നബിയെ കാണാം. അപ്പോൾ അവർക്ക് പിന്നെ എന്താ പറയുന്നത്? നബി നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, നീ ആരും പോയാൽ എന്താ, നിങ്ങളില്ല. അതാണ് പറയുന്നത്. തിരിച്ചും പറയാം, നബിയെ നിങ്ങളപ്പം കൂടിയതുകൊണ്ട് ഇപ്പം എൻ്റെ പുതിയാപ്പക്ക് വന്ന് ഇനിയിപ്പോൾ ഇവിടുന്ന് കിട്ടും. നിങ്ങൾക്ക് തന്നെ കുറേ പെണ്ണുങ്ങൾ, ഇപ്പം ഞാൻ നിങ്ങളൊപ്പം കൂടാനോട് പറ്റൂല. അങ്ങനെയും പറഞ്ഞൂടെ? അപ്പം എന്താ പറഞ്ഞ? എൻ്റെ ഭർത്താവ് മരിച്ചോട്ടെ. ഭർത്താവ് ചെന്ന് നിങ്ങൾക്കൊന്നും പറ്റില്ല, നിങ്ങൾക്കൊന്നും പറ്റരുത്. ഭർത്താവല്ല ദുനിയാവാകെ പോയാൽ നിങ്ങൾക്കൊന്നും പറ്റരുത്. ഇതിനാണ് എന്ത് പറയുക? അതാണ് പറയുന്നത്. അതൊന്നും നമ്മൾക്ക് 100 കൊല്ലം സുജൂദ് കടന്നാലും ഉണ്ടാവില്ല. അതുണ്ടാകുന്നല്ല. നിങ്ങൾ പറയുന്ന പറച്ചിൽ പറഞ്ഞോളൂ, നമുക്ക് പ്രേമുണ്ട്, അതൊക്കെ അങ്ങനെ പറയാം. പിന്നെ അതിൻ്റെ പേരിലൊരു ലാഭത്തിനോല് വരുന്നില്ല. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് പോലെ അവിടുത്തെ നേതാവിനെയും കൂട്ടിയാണ് നബിൻ്റെ അടുത്ത് വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്തേ പോന്നു. അല്ല ആ പെണ്ണിൻ്റെ മാപ്പിളയാണ് മരിച്ച്, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം. അങ്ങനെ അറിയാമെന്ന് പറഞ്ഞു. ഇല്ല, എന്തേ പോൾ അവിടെ പോലെ ഒരു മൂടക്കുപ്പായിട്ട് വരുത്തി അവിടെ അങ്ങനെ റോട്ടിൽ നിൽക്കണം. എന്തേ? അല്ല നബിയെ നമ്മളിപ്പോൾ പറയണ്ട, പുറത്ത് പറയണ്ട, ഓളെ ഭർത്താവിനെയാണ് യുദ്ധത്തിൽ കൊന്നത് നമ്മൾക്ക്. അപ്പോൾ ഓക്കെ എന്തെങ്കിലും നമ്മളൊന്ന് ചെയ്തു കൊടുക്കണം. എന്തെങ്കിലും ഒരു പെണ്ണ് അവിടെ വന്നോ? ഇല്ല. എന്തേ? അതൊക്കെ ഒരു അത്തരല്ലേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ, അത്തരന്നല്ലേ ചെയ്യേണ്ടത്. ഇനിയും ഭർത്താവിനെയും കൂടി കൊല്ലേണ്ടിയിരുന്നു. ഭർത്താവിനല്ലേ കൊണ്ടുള്ളൂ, ഇന്നെപ്പോഴും ബാക്കിയാക്കിയില്ലേ? അതാണ് പ്രേമം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഭർത്താവ് മരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നില്ല നബിൻ്റെ അടുത്തേക്ക്. എന്തുകൊണ്ട്? അത് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു മഹത്തമായ നന്മയായിട്ടാണ് അവർ മനസ്സിലാക്കിയത്. അതാ പ്രേമം. കഴിഞ്ഞു, അവസാനിപ്പിച്ചു. ലാ യാ റസൂലല്ലാഹി വജ്ജഹതു വിജ്ഹതി ഇലൈക ഫകുല്ലി ദഹ്റ ഇൻആരിദുൻ നാറു ഫലാ ഉദ്ദത്തുൻ. ഒരു തയ്യാറെടുപ്പുമില്ല. പിന്നെ ഇബാത്തി ഏത് പ്രതിസന്ധികളിലും ഒരു തയ്യാറെടുപ്പുമില്ല. സിവാക്കുമോ അങ്ങല്ലാതെ ഈ അടിമക്ക് മത്ലൂബു തേടപ്പെടുന്ന കാര്യം ദാതുക അങ്ങയുടെ ദാത്താണ്. അങ്ങക്കൊന്നും പറ്റരുത്, നിങ്ങളുണ്ടാകണം. അതാണ് ആവശ്യവും. നിങ്ങളുണ്ടാകുക, നിങ്ങൾ അത്രയേ ഉള്ളൂ. നിങ്ങളെ കാണാൻ ഒന്നും കൂടി ഭംഗിയായി കാണാൻ നരകത്തിൽ പോയാൽ, നരകത്തിലെ സ്ഥലത്തിരുന്നാൽ നബിനെ ഒന്നും കൂടി ഭംഗിയായി സ്വർഗത്തിലെ സയ്യിദക്ക് നോക്കിയാൽ അവിടെ ഒരു വെടിപ്പ് ഇതിലൂടെ നബിൻ്റെ മുഖം ഭംഗിയായി കാണുമെന്ന് പറഞ്ഞാൽ ആഷിക്ക് നരകത്തിലേക്ക് ദ്വാരക്കും. ആഷിക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്വർഗത്തിന് ദ്വാരക്കുന്നത്? അവിടെ പോയി ആരെ കാണാം? നബിനെ കാണാം. നമ്മളെ ആഷിക്കല്ലേ, നമ്മളെ ഇഷ്ക മജ്‌ലിസാണ്. അത് കഴിഞ്ഞാൽ ബിരിയാണി കിട്ടും. നമ്മളെ ഇഷ്ക് മജ്‌ലിസ് പറഞ്ഞാൽ ഒരു തരം പുഷ്ക് മജ്‌ലിസാണ്. പുഷ്ക് എന്ന സാധനം ഉണ്ടായിരുന്നു പണ്ടാരി പണം. അപ്പം എന്താന്ന് രാവിലെ കുട്ടികൾക്ക് ഭക്ഷണം പുഷ്ക, ഒരു പണ്ടാരി ഉണ്ടാക്കിയിരുന്ന സാധനമാണ് പുഷ്ക്. എന്തൊക്കെയോ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് പുഷ്ക്. നമ്മളെ ഇഷ്കൊക്കെ പുഷ്കാണ്. എല്ലാ ഇഷ്ക് മജ്‌ലിസും പുഷ്ക് മജ്‌ലിസാണ്.
നബിയോടുള്ള പ്രേമം അതല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോടുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ അത് പ്രേമം തന്നെയാണ്. ഒരാൾക്ക് വിവരം കിട്ടി എന്ത് നരകത്തിൻ്റെ നരകത്തിൽ അവിടെ ഒരു കുന്നുണ്ട്, ആ കുന്നുമ്മ കയറി കുത്തിരുന്നാൽ സ്വർഗത്തിലിരിക്കുന്ന നബിനെ നല്ല ആരും ശല്യമില്ലാതെ ശരിക്ക് കാണുന്ന നാശക്ക് ദ്വാരക്കൽ കുറച്ചോനെ ആ നരകത്തിൽ ആ കുന്നിരിച്ച് വേറെ ആരെയും കയറ്റത് എനിക്ക് റാഹത്തായി ഇരുന്നിട്ട് നബിനെ കാണാം. നരകം കുറിച്ചാവില്ല, ഇയാളെ വിഷയം എന്തായിരിക്കും? നബിനെ കണ്ടോ. അതാണ് ഇഷ്ക്, അതാണ് ഇഷ്ക്. അവിടേക്ക് നമ്മൾ എത്തുമോ? അവിടേക്ക് എത്തുമോ? ഇല്ല. നമ്മൾ ഭർത്താനേ പറയണ്ട. നമുക്കിത് കഴിഞ്ഞാൽ ചായ ഉണ്ട്, അതിന് കടിയുണ്ടോ? മതി, അതാ കടി ഉണ്ടായല്ലോ, നമുക്ക് കടി ഉണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിലാണ്. അപ്പോൾ ഒരു തയ്യാറെടുപ്പുമില്ല. ഫിന്നാഇബാത്തി പ്രതിസന്ധികളിൽ ഒരു തയ്യാറെടുപ്പുമില്ല. സിവാഹുമോ അങ്ങല്ലാതെ ലിദൽ അബ്ദി ഈ അടിമക്ക്. വൽ മത്ലൂബു തേടപ്പെടുന്നത് ദാത്തുക അങ്ങയുടെ ദാത്താണ്. വൽ ഖറളു അത് തന്നെയാണ് ആവശ്യം. ഖറള് ആവശ്യം, അത് തന്നെയാണ് ആവശ്യം. ബാക്കി അടുത്ത ക്ലാസ്. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ربنا اغفر لنا ولآبائنا ولأمهاتنا